പ്രധാനമന്ത്രി ഈഗോ ഒഴിവാക്കി കർഷകരുമായി സംസാരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി. ഈ പിടിവാശി 750 കർഷകരുടെ ജീവൻ അപഹരിച്ചു. കർഷകരോട് എന്തിനാണ് ക്രൂരത? അവരോട് സംസാരിക്കൂ എന്നും പ്രിയങ്ക എക്സിൽ കുറിച്ചു. കർഷക നേതാവ് ജഗജിത് സിംഗ് ധലേവാൾ നിരാഹാരം 45 ദിവസമായി തുടരുകയാണ്. നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേർന്നു. കിരൺ, 45 ദിവസമായി ധലേവാൾ സമരം തുടരുന്നു. കോടതി ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനിടയിലാണ് ഇന്ന് പ്രിയങ്കയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു എക്സിലൂടെ ഇങ്ങനെയൊരു കുറിപ്പ് വരുന്നത്. എന്താണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്? ആ ഒരു സമരവേദിയിലേക്ക്, ആ ഒരു സമരത്തിലേക്ക് കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഇടപെടൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് എന്ന് വേണമോ മനസ്സിലാക്കാൻ? ശ്രീജ, കർഷകരുടെ നേതൃത്വത്തിൽ സമരം നടക്കുമ്പോൾ അവർ എവിടെയും പരസ്യമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അത്തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഇടപെടലിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികളെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുതൽ ആരംഭിച്ച സമരമാണ് ഇപ്പോൾ ഈ നവംബർ മുതൽ ഇന്ന് 45-ാം ദിവസമാണ് ധലേവാളിന്റെ നിരാഹാര സമരം തുടരുന്നത്. ഇതിനിടയിലാണ് ഒരു സജീവമായ ഇടപെടൽ ഈ കർഷകർക്ക് അനുകൂലമായ വികാരം തമിഴ്നാട്ടിലടക്കം അടുത്ത ദിവസം അവിടുത്തെ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിന് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ സമരങ്ങൾ അല്ലെങ്കിൽ ഐക്യദാർഢ്യ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി പരസ്യമായി തന്നെ പ്രധാനമന്ത്രി നേരിട്ട് ഇതിൽ ഇടപെടണം. 750ഓളം കർഷകരാണ് ഈ കർഷക സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളായി ജീവൻ പൊലിയേണ്ടി വന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇടപെടാത്തത്? ഇവർക്ക് വേണ്ടി ഇതിൽ ഈഗോ ഒഴിവാക്കി പ്രധാനമന്ത്രി ഇടപെടണം എന്നുള്ള രാഷ്ട്രീയ ആവശ്യം കൂടി പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിരിക്കുകയാണ്. മറുഭാഗത്ത് ധലേവാളിന്റെ ഭാഗത്ത് നിന്ന് 45-ാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോടും ഈ MSPക്ക് നിയമപരീക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ധലേവാൾ കൂടി ഉന്നയിച്ചിരിക്കുന്നു. ഇതുവരെയും അങ്ങനെ ഒരു പരസ്യമായി രാഷ്ട്രീയ പാർട്ടികളോട് അത്തരത്തിലേക്കുള്ള ഒരു നിങ്ങളുടെ സമ്മർദ്ദം കൂടി വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കർഷകർ ഔദ്യോഗികമായി തന്നെ അത്തരം ഒരു ആവശ്യം കൂടി ഉന്നയിക്കുകയാണ്. സ്വാഭാവികമായും സമരം ഇത്രത്തോളം നീണ്ടുപോകുമ്പോഴും കേന്ദ്ര സർക്കാർ ആ തരത്തിൽ സമരത്തെ ഗൗരവമായി കാണുകയോ അല്ലെങ്കിൽ സമരത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള തന്ത്രം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് കർഷകർ നിൽക്കുന്നത്. ആ തരത്തിലേക്ക് സമരം മാറിക്കഴിഞ്ഞാൽ ധലേവാളിന്റെ ആരോഗ്യനില അത്യന്തം മോശകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും ഏതെങ്കിലും തരത്തിൽ പരിഹാരമോ അല്ലെങ്കിൽ ചർച്ചയോ ആവുന്നില്ല. മധ്യസ്ഥന്മാരൊക്കെ ഇടപെട്ട് പഞ്ചാബ് മുൻ DGP അടക്കം ഇടപെട്ടുകൊണ്ട് ചില മധ്യസ്ഥ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും കർഷകർ പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം, അതിന് കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. എന്തായാലും കർഷകർ സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നത് വേണം കണക്കാക്കാൻ. അതുകൂടി മുൻകൂട്ടി കണ്ടാവണം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ഈഗോ ഒഴിവാക്കി കർഷകരുമായി ചർച്ച നടത്തൂ എന്നുള്ളൊരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നത്. കിരൺ ബാബുവാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.